ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ജൂൺ മാസം 10-ാം തീയതി മുതൽ നവംബർ 11 വരെയുള്ള ഈ ഒരു സമയത്തിനുള്ളിൽ സ്വന്തമായി ഭൂമി, ഗൃഹം, പുതിയ ജോലി, അനുയോജ്യമായ വിവാഹം, മംഗല്യഭാഗ്യം ലഭിക്കുന്ന നക്ഷത്ര ജാതകരെ പറ്റിയാണ്. ഏതൊക്കെ രാശികളിൽ ഉൾപ്പെട്ട നക്ഷത്ര ജാതകർക്കാണ് ഈ ഒരു സമയം ഈ ഭാഗ്യങ്ങളൊക്കെ ലഭിക്കുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ രാശിയിൽ വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതി വളരെയധികം ഉള്ള രാശിക്കാരാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജനന ജാതകപ്രകാരം അത്രമേൽ ദോഷമല്ലാത്ത ഒരു ഗ്രഹത്തിൻ്റെ ദശ കൂടി നടക്കുന്നവർക്ക് ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ അതുപോലെ അനുഭവത്തിൽ വരും. ജാതകപ്രകാരം നല്ലൊരു ശുഭഗ്രഹത്തിൻ്റെ അത്രമേൽ ശുഭത്വമുള്ള ഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്ക് ഗുണഫലങ്ങൾ 10 മടങ്ങ് ഇരട്ടിയായിട്ട് വന്നു ചേരുകയും ചെയ്യും. നിങ്ങളെ സംബന്ധിച്ച് പലരും യൂട്യൂബിലും മറ്റും വരുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കി മുന്നോട്ട് പോകുന്നവരാണ്. ആഗ്രഹമുള്ള വ്യക്തികൾക്ക് അവരവരുടെ ജനന ജാതകം കൂടി ഈ ഒരു സമയത്ത് പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. നവംബർ 11 വരെ അത്രമേൽ ഈശ്വരാനുഗ്രഹവും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന സൗഭാഗ്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയവുമാണ് ഈ രാശികളിൽ ഉൾപ്പെട്ട നക്ഷത്ര ജാതകർക്ക്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് ഈ പറഞ്ഞ ഭാഗ്യാനുഭവങ്ങളൊക്കെ വന്നു ചേരും. ആഗ്രഹമുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ജാതകം ഈ സമയത്ത് പരിശോധിക്കാവുന്നതാണ്. ഇനി ഏതൊക്കെ രാശികളിൽ ഉൾപ്പെട്ട നക്ഷത്ര ജാതകർക്കാണ് ഈ ഒരു ഈശ്വരാനുഗ്രഹം, ഭാഗ്യം ഒക്കെ ലഭിക്കുന്നത് എന്ന് നോക്കാം. മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നവംബർ 11 വരെയുള്ള ഒരു കാലഘട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു സമയമാണ്. പലർക്കും സ്വന്തമായിട്ടൊരു ഭൂമി വാങ്ങുവാനുള്ള യോഗം, അതുപോലെ ഗൃഹം നിർമ്മിക്കുവാനുള്ള യോഗമൊക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ വന്നു ചേരും. പലർക്കും ഈ ഒരു സമയം കൊണ്ട് തന്നെ ഒരു ഗൃഹമൊക്കെ നിർമ്മിച്ച് ഗൃഹപ്രവേശം വരെ നടത്തുവാനുള്ള യോഗം മേടം രാശിക്കാരെ സംബന്ധിച്ച് അനുഭവത്തിലുണ്ട്. അതുപോലെ തന്നെ വിവാഹകാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സം, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ വിട്ടുമാറി അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം ലഭിക്കാൻ യോഗമുള്ള നക്ഷത്ര ജാതകരാണ്. പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന മേടം രാശിക്കാരെ സംബന്ധിച്ചും അതിനും സമയം വളരെ അനുകൂലമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറുക, പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള യോഗം, അതായത് പുതിയ ഒരു സ്ഥാപനത്തിലേക്ക് ഒരു ജോലി മാറ്റം, അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മറ്റു സ്ഥലത്തേക്ക്, മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ ഒരു ജോലിക്ക് ശ്രമിച്ചാൽ അതൊക്കെ അനുഭവത്തിൽ വരുന്ന ഒരു സമയം കൂടിയാണ്. പുതിയ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അനുഭവത്തിൽ വരും. സാമ്പത്തികമായിട്ടുള്ള സ്ഥിതി ഒന്ന് മെച്ചപ്പെടുന്ന ഒരു സമയമാണ്. മേടം രാശിക്കാരെ സംബന്ധിച്ച് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ഈ നവംബർ 11 വരെയുള്ള കാലഘട്ടത്തിൽ പൂർവിക വഴി ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ ലഭിക്കേണ്ട ഒരു സമയവുമാണ്. പൊതുവേ നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് കാലത്തെ സ്വന്തമായൊരു ഭൂമി, വീട് എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഈ നവംബർ 11 മുൻപ് അതൊക്കെ ഈശ്വരാനുഗ്രഹം കൊണ്ട് സാധിക്കുന്ന സമയം. സ്വന്തമായ ഭൂമി, വീട്, അതുപോലെ പുതിയ ജോലി, അനുയോജ്യമായ മംഗല്യഭാഗ്യം ഇതൊക്കെ ലഭിക്കും. ഈ സമയത്തെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങളെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നവർക്ക് ജാതകപ്രകാരം നടക്കുന്ന ദശാകാലങ്ങൾ കൂടി കൂടുതൽ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഏറ്റവും ഉത്തമമായിരിക്കും. ഈ നവംബർ 11 വരെയുള്ള ഒരു കാലഘട്ടം മേടം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ജീവിതത്തിൽ എല്ലാ തരത്തിലും നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ലഭിക്കുന്ന തരത്തിലാണ് ഉള്ളത്. നന്ദി. ഓം ഭദ്രകാളിയേ നമ. അടുത്തതായി മിഥുനം രാശിയിൽ വരുന്ന മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ നവംബർ 11 വരെ നിങ്ങൾക്ക് രാശിയുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു സമയമാണ്. സാമ്പത്തികമായിട്ട് ഒരുപാട് മുന്നേറ്റം ലഭിക്കുന്ന ഒരു കാലത്തിൻ്റെ ആരംഭമാണ്. അപ്രതീക്ഷിതമായിട്ട് ധനം കൈകളിൽ വന്നു ചേരും. നിങ്ങളുടെ സാമ്പത്തിക ബാധ്യതകളൊക്കെ പരിഹരിക്കപ്പെടുന്ന സമയം. നിങ്ങളുടെ ജീവിതത്തിൽ പണം സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന്, അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ജോലി, കർമ്മം സംബന്ധിച്ചിട്ടൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് ധാരാളം പണം വന്നു ചേരുന്ന അനുഭവം ഉണ്ടാകും. ഒരുപാട് കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന വീട് എന്നുള്ള സ്വപ്നം മിഥുനരാശിയിൽപ്പെട്ട പലർക്കും സാക്ഷാത്കരിക്കപ്പെടുന്ന സമയമാണ്. സ്വന്തമായ ഭൂമി, ഗൃഹത്തിന് യോഗമുള്ള ഒരു കാലഘട്ടം.
കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സം ഒക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി നിങ്ങളുടെ ആഗ്രഹത്തിന് അനുസരിച്ച് അനുയോജ്യമായിട്ടുള്ളൊരു മംഗല്യഭാഗ്യം, ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുന്ന സമയം. ഒരു പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന മിഥുനരാശിക്കാരെ സംബന്ധിച്ചും നിങ്ങൾക്കൊരു നല്ല പുനർവിവാഹം ലഭിക്കുന്നതാണ്. ദാമ്പത്യ കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ വിട്ടുമാറി ദാമ്പത്യ ജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു അനുഭവം വന്നു ചേരും. ജീവിത പങ്കാളിയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ മനസ്സിന് സുഖം, സമാധാനം നൽകുന്ന അനുഭവങ്ങൾ, അപ്രതീക്ഷിതമായി ജീവിത പങ്കാളിയിൽ നിന്ന് പല നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. മിഥുനരാശിക്കാരെ സംബന്ധിച്ച് പുതിയ ജോലി ലഭിക്കുന്ന സമയം, പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികൾക്കും അതിലൊക്കെ വലിയ നേട്ടങ്ങൾ, മാറ്റങ്ങൾ ലഭിക്കുന്ന സമയമാണ്. പൊതുവെ നവംബർ 11 ഉള്ളിലുള്ള ഒരു കാലഘട്ടം ഒരു വാടക ഭവനത്തിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക്, ഒരുപാട് കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന സ്വന്തം വീടെന്നൊരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന സമയമാണ്. അത്രമേൽ മിഥുനരാശിക്കാരെ സംബന്ധിച്ചും സമയം വളരെ വളരെ അനുകൂലമാണെന്ന് മനസ്സിലാക്കുക. സ്വന്തമായ ഭൂമി, വീട്, സാമ്പത്തിക ഉയർച്ച, പുതിയ ജോലി, അനുയോജ്യമായിട്ടുള്ള വിവാഹ ഭാഗ്യം, മംഗല്യയോഗമൊക്കെ മിഥുനരാശിയിൽപ്പെട്ട മകയിരം, തിരുവാതിര, പുണർ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ലഭിക്കുന്നതാണ്. ഈ ഒരു സമയത്ത് സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകപ്രകാരമുള്ള ദശാകാലഘട്ടമൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് വളരെ വളരെ ഉത്തമവുമായിരിക്കും. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കർക്കിടകം രാശിയിൽ വരുന്ന പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങൾ, മാറ്റങ്ങൾ ലഭിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ചും നവംബർ 11 വരെയുള്ളൊരു കാലഘട്ടം അത്രമേൽ ഉത്തമമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു ഗൃഹനിർമ്മാണം, ഒരു വീട് നിർമ്മിക്കുന്നതിന് ഇറങ്ങിത്തിരിച്ച് അത് പൂർത്തീകരിക്കാൻ കഴിയാതെ പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് അത് പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കുന്ന സമയം. ഗൃഹപ്രവേശം നടത്തുവാനുള്ള യോഗം, അതുപോലെ സ്വന്തമായി ഭൂമി നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന സമയം. പുതിയ ഗൃഹനിർമ്മാണം ആരംഭിക്കുവാൻ യോഗമുള്ള കാലഘട്ടമാണ്. ഭൂമിക്കും ഗൃഹത്തിനും യോഗമുള്ള ഏറ്റവും അത്യുത്തമമായിട്ടുള്ളൊരു കാലഘട്ടമാണ് കർക്കിടകം രാശിയിൽ വരുന്ന പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കടബാധ്യതകൾ, ബുദ്ധിമുട്ടുകളൊക്കെ പൂർണ്ണമായി വിട്ടുമാറുന്ന ഒരു സമയമാണ്. പുതിയ വഴിത്തിരിവുകൾ ജീവിതത്തിലുണ്ടാകും. പുതിയ നല്ല മാറ്റങ്ങൾ ലഭിക്കും. രോഗദുരിതങ്ങൾ, ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ ബുദ്ധിമുട്ടുകൾ, അതിൽ നിന്നൊക്കെ പൂർണ്ണമായി മുക്തി ലഭിച്ച് ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം വീണ്ടും കിട്ടുന്ന സമയമാണ്. പലതരത്തിലുള്ള നന്മകൾ, ഗുണാനുഭവങ്ങൾ ലഭിക്കും. പുതിയ തൊഴിൽ, ജോലി ഒക്കെ നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ കഴിവിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ചിട്ടുള്ള ഒരു പൊസിഷനിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം. പലരെയും സംബന്ധിച്ച് പുതിയ ജോലി, പുതിയ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങളൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യും. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സം, കാലതാമസങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ള ജീവിത പങ്കാളി ലഭിക്കുന്ന സമയം. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഒരു മംഗല്യഭാഗ്യം, ഒരു വിവാഹം നടക്കുന്ന സമയമാണ്. ദാമ്പത്യ കുടുംബജീവിതത്തിലും പലതരത്തിലുള്ള സുഖം, സമാധാനം, സന്തോഷമൊക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പ്രത്യേകിച്ചും കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള കേസ്, കോടതി വ്യവഹാരങ്ങളിൽ കൂടെയൊക്കെ മുന്നോട്ട് പോകുന്നവരുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറുക. പലതും നിങ്ങൾക്ക് അനുകൂലത്തിൽ വരിക, ഇതൊക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ സംഭവിക്കും. ഏറ്റവും ഉത്തമമായിട്ടുള്ള പലതരത്തിലുള്ള നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങളൊക്കെ ഈശ്വരൻ നൽകുന്ന ഒരു സമയമാണ് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച്. ഈ ഒരു സമയത്തെ നിങ്ങൾ ഓരോരുത്തരും പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമൊക്കെ വിട്ടുമാറി ജീവിതത്തിൽ സുഖം, സമാധാനം, സന്തോഷം, ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഇതൊക്കെ ലഭിക്കും. പ്രധാനമായിട്ടും നവംബർ 11 വരെയുള്ള കാലഘട്ടം ഈ പറഞ്ഞ പ്രകാരം പുതിയ ജോലി മുഖാന്തരം ഉയർച്ച, നല്ല വിവാഹം, അതുപോലെ തന്നെ ഭൂമി, ഗൃഹം, ഇതിനൊക്കെയുള്ള യോഗം ലഭിക്കുന്ന കാലഘട്ടമാണ്. കൂടുതൽ കാര്യങ്ങൾ അവരവരുടെ ജീവിതത്തെപ്പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സമയത്ത് സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കന്നിരാശിയിൽ വരുന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും
നവംബർ 11 വരെയുള്ള ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു സമയമാണ്. പൊതുവെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇറങ്ങിത്തിരിച്ച് പൂർത്തിയാക്കാൻ കഴിയാതെ പകുതി വഴിയിൽ മുടങ്ങിപ്പോയിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാൻ സാധിക്കും. കന്നിരാശിയിൽപ്പെട്ട ഉത്രം, അത്തം, ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചും പുതിയ ജോലി ലഭിക്കുന്ന ഒരു സമയമാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾക്ക് ഏറെക്കാലമായിട്ട് ലഭിക്കാതിരുന്ന പലതരത്തിലുള്ള നല്ല മാറ്റങ്ങൾ, അതായത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നും ഒരു സ്ഥാനക്കയറ്റം, പദവി ഉയർച്ച, ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു പദവി മാറ്റം, ഇടം മാറ്റം, സ്ഥാനമാറ്റമൊക്കെ ലഭിക്കുന്ന ഉത്തമമായ സമയം. ഒരുപാട് നാളുകളായിട്ട് സർക്കാർ സർവീസിലേക്കൊക്കെ ഒരു ജോലിക്ക് ശ്രമിക്കുന്ന കന്നിരാശിക്കാർക്ക് അത് അനുഭവത്തിൽ വരുന്ന സമയം, പലർക്കും ഒരു സർക്കാർ സർവീസിലേക്ക് ഒരു ജോലി ലഭിക്കുന്ന സമയം. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ നിന്നും ഒരു മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് പുതിയ ജോലിയിലേക്ക് മാറുവാനുള്ള സാഹചര്യം, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഒരു ജോലി മാറ്റം, ഇതൊക്കെ അനുഭവത്തിൽ വരുന്ന ഏറ്റവും നല്ലൊരു സമയമാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച്. അതുപോലെ തന്നെ നിങ്ങൾക്കും ഭൂമി ഗൃഹത്തിന് യോഗമുള്ള കാലഘട്ടമാണ്. സ്വന്തമായി ഭൂമി ലഭിക്കുവാനുള്ള ഒരവസരം വന്നു ചേരും. അതുപോലെ ഗൃഹം നിർമ്മിച്ച് ഗൃഹപ്രവേശം നടത്തുവാൻ വരെ യോഗമുള്ള കാലഘട്ടമാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച്. പലരെയും സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു ഗൃഹനിർമ്മാണവുമായി ഇറങ്ങിത്തിരിച്ച് പല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയാതെ പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പുനരാരംഭിക്കാം, പൂർത്തീകരിക്കാം. ഗൃഹം നിർമ്മാണം സംബന്ധിച്ചിട്ടുള്ള പലതരത്തിലുള്ള തടസ്സങ്ങളോ വാക്കുതർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉള്ളവർ, അല്ലെങ്കിൽ അത് അനുഭവിക്കുന്നവരാണെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ആ ഗൃഹനിർമ്മാണത്തിലെ തടസ്സങ്ങൾ പൂർണ്ണമായി ഒഴിഞ്ഞ് നിങ്ങൾക്കത് നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു സമയവും കൂടിയാണ്. അത്രമേൽ നിങ്ങളെ സംബന്ധിച്ച് വളരെ ഉത്തമമായിട്ടുള്ളൊരു സമയമാണ്. ദാമ്പത്യ കുടുംബജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ വേർപിരിവുകളോ പ്രശ്നങ്ങളോ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. ജീവിത പങ്കാളിയിൽ നിന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം. അപ്രതീക്ഷിത ഗുണാനുഭവങ്ങൾ വന്നു ചേരും. വിവാഹകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സം പൂർണ്ണമായി വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം കന്നിരാശിക്കാർക്ക് ലഭിക്കുന്ന സമയമാണ്. പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന കന്നിരാശിക്കാർക്കും ഈ ഒരു നവംബർ 11 നല്ലൊരു പുനർവിവാഹത്തിനുള്ള യോഗവും ഉണ്ട്. ഭൂമി, ഗൃഹം, ജോലി, വിവാഹയോഗം, ഇതൊക്കെ കന്നിരാശിക്കാരെ സംബന്ധിച്ച് വളരെ നല്ല രീതിയിൽ അനുഭവത്തിൽ വരുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പല മാറ്റങ്ങൾ, സാമ്പത്തിക ഉയർച്ച, നേട്ടങ്ങൾ, ഇതൊക്കെ ഈ നവംബർ 11 പലരുടെയും ജീവിതത്തിൽ വന്നു ചേരും. തീർച്ചയായിട്ടും ഈ സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക. വളരെ വലിയ മാറ്റങ്ങൾ കന്നിരാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർക്ക് അനുഭവത്തിൽ വരുന്ന സമയമാണ്. അവരവരുടെ വ്യക്തിപരമായ ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി വൃശ്ചികം രാശിക്കാരായ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നവംബർ 11 വരെയുള്ളൊരു കാലഘട്ടം ഏറ്റവും ഉത്തമമാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അനുഭവിച്ചു വരുന്ന പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറും എന്നുള്ളതാണ്. ഈശ്വരാനുഗ്രഹം വളരെയധികം ലഭിക്കുന്ന ഒരു സമയമാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച്. ധനപരമായിട്ടുള്ളൊരു ഉയർച്ച ലഭിക്കും. നിങ്ങളെ സംബന്ധിച്ച് എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിലും അതിനൊക്കെ ഒരു മാറ്റമുണ്ടായി സാമ്പത്തിക ഉയർച്ച വൃശ്ചികം രാശിക്കാർക്ക് വരും. അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്ന സമയമാണ്. പൂർവിക വഴിയിൽ ലഭിക്കേണ്ട ഭൂമിയോ മറ്റ് സ്വത്തുവകകളോ ഒക്കെ ഉണ്ടെങ്കിൽ പലർക്കും ഈ ഒരു കാലഘട്ടങ്ങൾക്കുള്ളിൽ തന്നെ അതൊക്കെ നിങ്ങളുടെ കൈകളിൽ ലഭിക്കും. പല വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഭൂമി വാങ്ങുവാനുള്ള ഒരു യോഗമുള്ള സമയമാണ്. ഒരു ഗൃഹനിർമ്മാണം ആരംഭിക്കുവാൻ യോഗമുള്ള സമയം. ഇതൊക്കെ ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു സമയമാണ് ഇതെന്ന് മനസ്സിലാക്കുക. പൊതുവേ വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖമഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മം സംബന്ധിച്ചിട്ടുള്ള എല്ലാ തടസ്സങ്ങളും വിട്ടുമാറും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് പുതിയ ജോലി ലഭിക്കുന്ന സമയമാണ്. അതുപോലെ ആഗ്രഹിച്ച ജോലി മാറ്റമോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അനുഭവത്തിൽ വരും. കഴിഞ്ഞ കുറച്ച് നാളുകളായി ജോലി നഷ്ടപ്പെട്ട് പുതിയൊരു ജോലിക്ക് പരിശ്രമിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയത്തിനുള്ളിൽ നല്ല രീതിയിൽ തന്നെ അനുഭവത്തിൽ വരികയും ചെയ്യും. വിദേശ ജോലി, വിദേശവാസം, ഇതൊക്കെ ലഭിക്കുന്ന സമയമാണ്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നവംബർ 11 പലർക്കും ഒരു ഗൃഹപ്രവേശം നടത്തുവാൻ യോഗമുള്ള കാലഘട്ടം. ഭൂമി, ഗൃഹത്തിന് യോഗമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സന്താനങ്ങളുടെ, കുട്ടികളുടെ കാര്യത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുവാനായിട്ട് സാധിക്കും.
അതുപോലെ സന്താനങ്ങളെ കൊണ്ട് വൃശ്ചികം രാശിക്കാർക്കും ഏറ്റവും അത്യുത്തമമായ ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക ഉയർച്ച വന്നു ചേരും. കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയമാണ്. പലരുടെയും കുടുംബത്തിൽ വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾ ഈ കാലഘട്ടങ്ങൾക്കുള്ളിൽ നടക്കും. ദാമ്പത്യ കുടുംബജീവിതത്തിലും സുഖം, സന്തോഷം വൃശ്ചികം രാശിക്കാർക്ക് ലഭിക്കുന്ന സമയമാണ്. ഒരു വിവാഹത്തിന് കഴിഞ്ഞ കുറച്ച് നാളുകളായി തടസ്സമോ ബുദ്ധിമുട്ടുകളോ ഒക്കെ നേരിട്ടിരുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു വിവാഹ യോഗം ഈ കാലഘട്ടങ്ങളിലുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കും. അനുയോജ്യരായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന സമയമാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച്. ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരു വേർപിരിയലിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്നവരാണെങ്കിൽ പോലും അതിലൊക്കെ മാറ്റമുണ്ടാകും. ദാമ്പത്യ കുടുംബജീവിതത്തിൽ സുഖം, സമാധാനം, സന്തോഷമൊക്കെ ഈ കാലഘട്ടങ്ങളിൽ ലഭിക്കുന്നതാണ്. വൃശ്ചികം രാശിക്കാർക്ക് സ്വന്തമായ ഭൂമി, ഗൃഹം, വണ്ടി, വാഹന യോഗങ്ങൾ, ജോലിയിൽ ഉയർച്ച, നേട്ടങ്ങൾ ഇതൊക്കെ നവംബർ 11-നുള്ളിൽ അനുഭവത്തിൽ വരും. സമയം വളരെ വളരെ അനുകൂലമാണ്. ഇനി നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തെപ്പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിയിൽ വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സമയം വളരെ അനുകൂലമാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ പലരുടെയും ജീവിതത്തിൽ ഈ പറഞ്ഞ കാലഘട്ടത്തിനുള്ളിൽ വളരെ വലിയ മാറ്റങ്ങൾ വന്നു ചേരും. പ്രത്യേകിച്ച് കർമ്മസംബന്ധമായ തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും. നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ പൂർണ്ണമായി വിട്ടുമാറി ഒരു മനസ്സമാധാനം, സുഖം, സന്തോഷം ലഭിക്കും. വേർപിരിഞ്ഞു കഴിഞ്ഞിരുന്ന സ്വന്തം ബന്ധങ്ങളുമായിട്ട് പഴയതുപോലെ നല്ല രീതിയിൽ ഇടപഴകുവാനുള്ള ഭാഗ്യം, അവസരം ലഭിക്കും. സഹോദരങ്ങളുമായിട്ട് നിലനിന്നിരുന്ന പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ഭിന്നതകളൊക്കെ വിട്ടുമാറി സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ അതിനൊരു ദൃഢത കൈവരുന്ന സമയം. സഹോദരങ്ങൾ അല്ലെങ്കിൽ സഹോദര സ്ഥാനത്തുള്ളവരിൽ നിന്ന് അപ്രതീക്ഷിതമായ പല ഗുണഫലങ്ങളും ലഭിക്കും. നിങ്ങളെ സംബന്ധിച്ച് ഒരു ജോലി അന്വേഷിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും കഴിവിനുമനുസരിച്ച് നല്ലൊരു ജോലി ലഭിക്കുന്ന സമയം. അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ ഈ ഒരു സമയത്ത് അനുഭവത്തിൽ വരുന്നതാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്കും വളരെയധികം യോഗമുള്ള ഒരു സമയം. അതായത് സ്വന്തമായ ഭൂമി വാങ്ങുവാനും ഒരു ഗൃഹം, വീട് നിർമ്മിക്കുവാനും യോഗമുള്ള കാലഘട്ടമാണ്. ഗൃഹനിർമ്മാണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആരംഭിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയാതെ നിൽക്കുന്നവരാണെങ്കിൽ അതിനുവേണ്ട ധനം, പണം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുക. നിങ്ങളുടെ ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിച്ച് ഗൃഹപ്രവേശം നടത്തുവാൻ വരെ യോഗമുള്ള ഒരു സമയമാണ്. അനുയോജ്യമായിട്ടുള്ള വിവാഹം ഈ ഒരു കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. പലരെയും സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായി വിവാഹ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിലൊരു കാലതാമസമോ തടസ്സങ്ങളോ ഒരല്പം പരിശ്രമങ്ങളോ ഒക്കെ പലർക്കും കൂടുതലായിട്ട് വേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു മംഗല്യഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം. പുനർവിവാഹത്തിനായിട്ട് പരിശ്രമിക്കുന്ന മകരം രാശിക്കാർക്കും സമയം വളരെ വളരെ അനുകൂലമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഭൂമിക്ക് യോഗം, വീടിന് യോഗമുള്ള സമയം, നല്ല അനുയോജ്യമായ വിവാഹത്തിന് യോഗമുള്ള സമയം. പുതിയ ജോലി, തൊഴിൽ, ബിസിനസ് സംരംഭങ്ങൾ ലഭിക്കുവാനും ആരംഭിക്കുവാനുമൊക്കെ യോഗമുള്ള ഒരു സമയവും കൂടിയാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിത മുന്നേറ്റമെന്ന് പറയുന്നത് പോലെ ജീവിത വിജയത്തിന് അടിത്തറ ലഭിക്കുന്ന തരത്തിൽ പല നല്ല കാര്യങ്ങളും അനുഭവത്തിൽ വരും. പ്രത്യേകിച്ചും ശുഭകരമായിട്ടുള്ള ചിലവുകൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. വിവാഹവും ഭൂമിയും ഗൃഹവും ഒക്കെ ശുഭമായിട്ടുള്ള ചിലവുകളിൽ വരുന്ന കാര്യങ്ങളായതുകൊണ്ട് നിങ്ങൾക്കതൊക്കെ മംഗളകരമായിട്ടായിരിക്കും അനുഭവത്തിൽ വരിക. പലർക്കും യാത്രകളിൽ കൂടെ നേട്ടമൊക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ വന്നു ചേരുകയും ചെയ്യും. ഈ ഒരു സമയത്തെ മകരം രാശിയിൽപ്പെട്ട ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച ഓരോ വ്യക്തികളും പരമാവധി പ്രയോജനപ്പെടുത്തുക. സമയം നിങ്ങൾക്ക് വളരെ വളരെ അനുകൂലമാണ്. ഇനി അവരവരുടെ വ്യക്തിപരമായ ജീവിതത്തെപ്പറ്റി ആധികാരികമായിട്ട് കൂടുതൽ മനസ്സിലാക്കാൻ ആഗ്രഹമുള്ളവർക്ക് സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിക്കാരായ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ജൂൺ 10 മുതൽ നവംബർ 11 വരെയുള്ള ഒരു കാലഘട്ടം ഈശ്വരാനുഗ്രഹം ഏറ്റവും അധികം ലഭിക്കുന്ന സമയമാണ്. നിങ്ങൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവിച്ചു വന്ന പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ വിട്ടുമാറും. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയമാണ്. ഈശ്വരാനുഗ്രഹമുണ്ട്. പൂർവിക വഴിയിൽ നിന്ന് ലഭിക്കുവാനുള്ള എന്തു തന്നെയായാലും അതൊക്കെ നിങ്ങളിലേക്ക് തടസ്സങ്ങൾ വിട്ടുമാറി ലഭിക്കുന്ന സമയമാണ്.
സ്വന്തമായിട്ടൊരു വീടെന്ന് ആഗ്രഹിക്കുന്ന മീനം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും നവംബർ 11-നുള്ളിൽ സ്വന്തമായൊരു ഭൂമി ഗൃഹത്തിന് അത്രമാത്രം യോഗമുള്ള ഒരു സമയമാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പുതിയ ജോലി ലഭിക്കുവാൻ യോഗമുള്ള സമയം, പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനും ആഗ്രഹിച്ച ജോലി മാറ്റവും തൊഴിൽ മാറ്റവും ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. അതുപോലെ തന്നെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ആ പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ വിട്ടുമാറി ദാമ്പത്യ കുടുംബജീവിതത്തിൽ പരസ്പരം ഒരു അന്യോന്യം, സമാധാനം, സുഖം, സന്തോഷമൊക്കെ ലഭിക്കുന്ന സമയം. വിവാഹമോചനത്തിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്ന പല മീനം രാശിയിൽപ്പെട്ട വ്യക്തികളെയും സംബന്ധിച്ച് അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നല്ല രീതിയിൽ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. പല കാര്യകാരണങ്ങളാൽ അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികൾക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ളൊരു ഭാഗ്യം വന്നു ചേരും. വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള നല്ല മംഗല്യ ഭാഗ്യം ലഭിക്കും. ഇങ്ങനെയുള്ള പല നേട്ടങ്ങളും മാറ്റങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരും. ചുരുക്കി പറഞ്ഞാൽ മീനം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ വിവാഹം പോലുള്ള മംഗളകരമായ കാര്യങ്ങൾ, ഗൃഹപ്രവേശം, സ്വന്തം ബന്ധങ്ങളുമായിട്ടുള്ള കൂടിച്ചേരലുകൾ, ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്ന സമയമാണ്. കർമ്മം സംബന്ധിച്ച്, ചെയ്യുന്ന ജോലി, തൊഴിൽ സംബന്ധിച്ചിട്ടൊക്കെ വലിയ മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ വന്നു ചേരും. പലർക്കും കടൽ കടന്ന് പോകുവാൻ, ഒരു വിദേശ ജോലിക്ക് പോകാനുള്ള ഭാഗ്യം വന്നു ചേരും. അതുപോലെ തന്നെ സന്താനങ്ങളെ കൊണ്ട് വളരെ യോഗം ഉള്ള ഒരു സമയമാണ്, നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാൻ. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല ഉയർന്ന ജോലി, വിദ്യാഭ്യാസം, അവർക്ക് നല്ല വിവാഹ യോഗം, ഇതൊക്കെ അനുഭവത്തിൽ വരുന്ന ഒരു സമയവുമാണ്. വിവാഹം കഴിഞ്ഞ് ഏറെ കാലങ്ങളായി ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്ന മീനം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈശ്വരൻ സന്താന ഭാഗ്യവും ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ നൽകും. അത്രമേൽ നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടങ്ങൾ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു സമയമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാ രീതിയിലും ജീവിതത്തിൽ സാമ്പത്തിക ഉയർച്ചയും ശാരീരികമായിട്ടുള്ള ഒരു സുഖവും സൗഖ്യവും അതുപോലെ മാനസിക സന്തോഷവും ഇതെല്ലാം ഈശ്വരൻ നൽകുന്ന ഒരു സമയമാണ്. പല ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറും. ഇനി അവരവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് സ്വന്തം ജനന ജാതകം കൂടെ ഈ ഒരു സമയത്ത് പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി.